ആ കാഴ്ച എന്താണെന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു പദ്ധതി തയ്യാറാക്കി വെൻഡിംഗ് മാർക്കറ്റ് പ്ലസ് ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന്റെ ഭാഗമായാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ബങ്കുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ ഈ ബങ്കുകൾ മാത്രമായിരിക്കും കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഐശ്വര്യതയും അതുപോലെ തന്നെ മറ്റ് പലഹാരങ്ങളും ചായയും ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് രാത്രി കാലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കാണാറുണ്ടായിരുന്നത് ഓരോ തുരുത്തുകളായി പ്രത്യേകം വെളിച്ചമൊക്കെ ആയിട്ട് കടകൾ ഇങ്ങനെ ബീച്ചിലൊക്കെ കാണാറുണ്ടായിരുന്നു. അതൊക്കെ മാറുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ കാഴ്ച മാറാൻ പോവുകയാണ്. ഹലോ, നിങ്ങൾ നേരത്തെ ബീച്ചിൽ വരാറില്ലേ? ഇനിയിപ്പോ കടകളൊക്കെ ഇവിടേക്ക് മാറാൻ പോവാ. എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ മാറും. ഉറപ്പായിട്ട് മാറും. ഉണ്ടോ വെച്ചാല് ഒരു പുതിയൊരു വികസനല്ലേ, അതിന്റെ ഭാഗമായിട്ട് കാണണം. ഹാപ്പിയാണ്. കുറെ കാലം കടന്നു കണ്ട അതെ അതെ അതെ, എന്നുള്ളൊരു മാറ്റമാണ്. മാറ്റം തന്നെ നല്ലൊരു നഷ്ടം. എന്തായാലും മാറ്റത്തെ നമുക്ക് വരവേൽക്കാം. ദീപക് മലയമ്മ, അപ്പൊ അവരെ പോലെ തന്നെ ദീപക്കും വലിയ സന്തോഷത്തിലായിരിക്കും. കാരണം ദീപകിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണല്ലോ ദീപക് മലയമ്മയും ഒത്ത ആ ബീച്ചിന് അടുത്തുകൂടി നടന്നു പോയതൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ. അതെ അതെ, സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഇന്നലെ കഴിഞ്ഞതുപോലെ എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഞാൻ എന്നും വരുന്ന ഒരു ഇടവും കൂടിയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചും സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് ഈ കാണുന്നത് പോലെ വളരെ ആസ്വാദ്യകരമായിട്ട് ഇവിടെ ബീച്ചിലെത്തുന്നവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന സാഹചര്യം ഒരുങ്ങുക എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം നേരത്തെ സുജയ പറഞ്ഞതുപോലെ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറ്റും. നമസ്കാരം. തെറ്റായോ? ആവുന്നുള്ളൂ. നാളെ മുതൽ ഓക്കെ ആവും. പിന്നെ ഇതെന്താ ഐസ്ക്രീമിന്റെ? ഐസ്ക്രീമിന്റെ മഴ പെയ്യുമ്പോൾ ഐസ്ക്രീം പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, റെഡിയായിക്കോളൂ. ഈ പറഞ്ഞതുപോലെയാണ്, അവര് ഹാപ്പിയാണ്. ഇനിയിപ്പോ കടകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് കടയൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ആ കടയിലൊക്കെ ഒന്ന് നിന്നിട്ട് ഇനിയിപ്പോ